ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവർക്ക് സംഭവിച്ചതാണ് നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ ചാനലും അവിടെ ഉണ്ടാകത്തില്ല. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അർജൻറ്റായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെങ്കിലും അതല്ലാതെ സ്പാം കമൻറ്റിങ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരാണെങ്കിലും നിങ്ങളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ തന്നെ കാണണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് യൂട്യൂബിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. സ്പെഷ്യലി നമ്മുടെ മലയാള യൂട്യൂബേഴ്സിന് ഒരുപാട് പേർക്ക്, അതായത് 10,000-ലും ലക്ഷത്തിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് യൂട്യൂബേഴ്സിന് ഈ ഒരു കാര്യം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതായത് അവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ജിമെയിൽ ഐഡി പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, ഇതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിനെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ട. ഇത് ശരിക്കും ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ 1-2 സ്ക്രീൻഷോട്ട്സ് കാണിക്കാം. എനിക്കൊരാൾ അയച്ചു തന്ന സ്ക്രീൻഷോട്ട്സ് ആണ്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഒരാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ചാനലിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ജിമെയിൽ ഐഡിയിലും അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവരവരുടെ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ കാണുന്ന പോലെ അവർക്ക് അവരുടെ ചാനൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ പ്രൊഫൈൽ ലോഗോ അത് അവരുടെയാണ്, ഈ കാണുന്ന ചാനൽ പേരും അതും അവരുടെ തന്നെയാണ്. ഏതാണ്ട് 37,300 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെന്ന് ആലോചിക്കുക. പക്ഷേ അതിൽ ഉണ്ടായിരുന്ന വീഡിയോസ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതിൽ പുതിയ വീഡിയോസ് മറ്റാരോ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. 1-2 മണിക്കൂർ കഴിഞ്ഞ് അവർ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ കാണുന്ന പോലെയാണ് അവരുടെ ചാനൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം നേരത്തെ കണ്ട ആ ചാനലിൻ്റെ ലോഗോ മാറ്റി മറ്റൊരു ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആ ചാനലിൻ്റെ പേരും മാറ്റി മറ്റൊരു ചാനലിൻ്റെ പേരും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ ചാനൽ അവരുടെ ജിമെയിൽ ഐഡിയോടൊപ്പം മറ്റാരോ അടിച്ചുകൊണ്ട് പോയി അവരുടെ പുതിയ പുതിയ വീഡിയോസ് ഇപ്പോൾ അവരിതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവരുടെ കാര്യം മാത്രമല്ല, വേറെ 7-8 പേര് ഇത് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പക്ഷേ അവരുടെ ചാനൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റാൻ കാരണം ഇവരുടെ ചാനൽ അടിച്ചുകൊണ്ട് പോയ ഫ്രോഡുകൾ അതിൻ്റെ പേര് മാറ്റാൻ ഇച്ചിരി താമസിച്ചു പോയി. അതിന് മുമ്പേ അവർ അവരുടെ വീഡിയോസ് വിട്ടു തുടങ്ങി. അതുകൊണ്ട് ഇവർക്ക് ഈ കള്ളത്തരം പെട്ടെന്ന് അവർ മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ മറ്റു പലർക്കും അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ചാനൽ ആരാണോ അടിച്ചുകൊണ്ട് പോയ അവന്മാർ കൂടുതൽ ബുദ്ധിമാന്മാരായിരിക്കും. അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും അവരുടെ വീഡിയോസ് ചിലപ്പോൾ ഇടുന്നത്. അതുകൊണ്ട് അത് ഇവർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഇവിടെ എന്നെ 7-8 പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയധികം പേർക്ക് ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഇത് പണ്ടും യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മുടെ മലയാളി യൂട്യൂബേഴ്സിൽ ഒരുപാട് പേർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളെയാണ് ഇവന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിൽ പലർക്കും സംഭവിച്ചെന്ന് വരാം. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മറ്റ് പല ക്രിയേറ്റേഴ്സും അവരുടെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. ഇത് യൂട്യൂബും പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ അപ്ലൈ ബട്ടൺ എനേബിളായി കാണണമെങ്കിൽ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളിൽ പലരും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടാവില്ല. നിങ്ങളിൽ പലരും ഇതുവരെ ഇത് ചെയ്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ ഏത് ഗൂഗിൾ അക്കൗണ്ടിലാണോ ഉള്ളത് ആ ഗൂഗിൾ അക്കൗണ്ടിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആണോ അല്ലയോ ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയുന്നില്ല. ഞാൻ 2-3 വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കണം ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ഓൺ ചെയ്യണം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കറക്റ്റായി കണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങളും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, മറ്റേതെങ്കിലും ഫ്രോഡുകൾ ഇത് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിത് ചെയ്യുക. ഇതിനെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.